അപ്പോൾ കഴിഞ്ഞ മാസം നടന്ന ആപ്പിളിൻ്റെ ഇവൻറ്റിൽ വെച്ചാണ് ആപ്പിളിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ലൈനപ്പായിട്ടുള്ള ഐഫോൺ 14 ലൈനപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിൽ ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽസാണ് ഐഫോൺ 14 പ്രോയും 14 പ്രോ മാക്സും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഐഫോൺ 14 പ്രോയിലെയും 14 പ്രോ മാക്സിലെയും ഏതാനും പുതിയ മറ്റ് ഐഫോൺസിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത പുതിയ സെറ്റിങ്സ്, അതോടൊപ്പം തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ്, അതോടൊപ്പം തന്നെ മറ്റ് ഐഫോൺ യൂസേഴ്സിന് ഉപകാരപ്പെടുന്ന ചില ട്രിക്സും ടിപ്സുമാണ് ഞാൻ നിങ്ങളെ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതിലെ ഏറ്റവും ആദ്യത്തെ ഒരു ഫീച്ചർ എക്സ്ക്ലൂസീവാണ് 14 പ്രോയ്ക്കും 14 പ്രോ മാക്സിനും. അതായത് ഷട്ട് ഡൗൺ ചെയ്യുമ്പോഴും ബൂട്ടപ്പ് ചെയ്യുമ്പോഴും ഉള്ള സൗണ്ട്. അതായത് നമ്മുടെ മാക്കിൽ ഇതുവരെ നമുക്കുണ്ടായിരുന്ന ഒരു ഫീച്ചറാണ് ടേൺ ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ ബൂട്ടപ്പ് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന ആ ഒരു ചൈമിങ് സൗണ്ട്. അതിപ്പോൾ നമ്മൾ ഐഫോൺ 14 പ്രോയിലും 14 പ്രോ മാക്സിലും മാത്രം എക്സ്ക്ലൂസീവാണ്. ജസ്റ്റ് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നിങ്ങൾ കേട്ടതാണ് നമ്മുടെ ഷട്ട് ഡൗൺ ചെയ്യുന്ന നേരത്തുള്ള സൗണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡിവൈസ് ടേൺ ഓൺ ചെയ്യുന്ന സമയത്തും മറ്റൊരു സൗണ്ട് കേൾക്കാൻ സാധിക്കും. ഇതാണ് സൗണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു സൗണ്ട് ഫീച്ചർ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിവൈസിൽ പ്രീ ഡിഫോൾട്ടായിട്ട് എനേബിൾ ചെയ്തല്ല വരുന്നത്. അത് നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് അവിടെ നിന്ന് ആക്സസിബിലിറ്റി എന്നൊരു ഓപ്ഷനിൽ ഏറ്റവും താഴത്തേക്ക് പോകുമ്പം നമുക്കിവിടെ കാണാം ഓഡിയോ ആൻഡ് വിഷ്വൽ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ. അതിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടേൺ ഓൺ ആൻഡ് ഓഫ് സൗണ്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ഡിസേബിൾ ആയിട്ടായിരിക്കും കിടക്കുന്നത് നിങ്ങളുടെ ഡിവൈസിൽ, കാരണം ഡിഫോൾട്ടായിട്ട് അത് ഓഫാണ് വരുന്നത്. നമുക്ക് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷട്ട് ഡൗൺ അല്ലെങ്കിൽ ബൂട്ടപ്പ് സൗണ്ട് കേൾക്കാൻ സാധിക്കുന്നതാണ്. രണ്ടാമത് ആപ്പിൾ ഈ ഒരു പ്രോ ഡിവൈസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് നമ്മൾ സ്റ്റേജിൽ കണ്ട ഒരു അല്ലെങ്കിൽ അവർ മെൻഷൻ ചെയ്തൊരു ഫീച്ചറാണ് ഔട്ട്സൈഡ് ബ്രൈറ്റ്നസ്. അല്ലെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റിൽ നമ്മൾ ഈ രണ്ട് ഡിവൈസുകളും പ്രോ ഡിവൈസുകൾ രണ്ടും ഉപയോഗിക്കുമ്പോൾ അപ് ടു 2000 നിറ്റ്സിൽ ബ്രൈറ്റ്നസ്സിലേക്ക് വരും എന്നുള്ള കാര്യം. പക്ഷേ ഇത് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. എനിക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കിയ കാര്യമാണ്. കാരണം ഇത് നമ്മൾ വെറുതെ ഈ കൺട്രോൾ സെൻറ്ററിൽ പോയിട്ട് ഈ ഒരു സ്ക്രീൻ ബ്രൈറ്റ്നസ് വെറുതെ ഫുൾ ആക്കിയിട്ടാൽ നമുക്ക് വെളിയിൽ പോകുമ്പം ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സെറ്റിങ്സിൽ നമ്മൾ ആക്സസിബിലിറ്റിയുടെ ഓപ്ഷനിൽ ഡിസ്പ്ലേ ആൻഡ് ടെക്സ്റ്റ് സൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഏറ്റവും താഴെ നമുക്കിവിടെ ഈ ഒരു ഓട്ടോ ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ ഡിസേബിൾ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ വർക്കാകത്തില്ല. ഈ ഒരു 2000 ഇഞ്ചിലേക്ക് ബ്രൈറ്റ്നസ് പോകണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇത് എനേബിൾ ചെയ്യണം. എങ്കിലേ ഉള്ളൂ ആ പറഞ്ഞ ഫീച്ചർ വർക്കാകത്തുള്ളൂ. പിന്നീട് 14 പ്രോയുടെയും പ്രോ മാക്സിൻ്റെയും മാത്രം എക്സ്ക്ലൂസീവായിട്ട് ആപ്പിൾ ഈ വർഷം കൊണ്ടുവന്ന വലിയൊരു ഫീച്ചർ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് ബാക്കിയുള്ള മാനുഫാക്ചേഴ്സ്, അതായത് ആൻഡ്രോയിഡ് മാനുഫാക്ചേഴ്സ് വർഷങ്ങളായിട്ട് കൊണ്ടുവന്നതാണ്. ഏറ്റവും ആദ്യം നോക്കിയ ആണ് ഈ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ കൊണ്ടുവന്നത്. അതിന് ശേഷമാണ് ബാക്കിയുള്ള കമ്പനികൾ അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സ് എല്ലാം കൊണ്ടുവന്നത്. പക്ഷേ ഇതിനകത്തൊരു ചെറിയ ഫോൾട്ട് അല്ലെങ്കിൽ ഇത്രയും ദിവസം യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന് ഒരു ചെറിയ കുഴപ്പം ഈ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേക്കകത്തുണ്ട്. അതായത് നമ്മൾ ഈ കാണുന്ന പോലെ എനിക്ക് ക്യാമറയിൽ കൂടെ നിങ്ങൾക്ക് എത്ര ഇത് രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അറിയത്തില്ല. പക്ഷേ ഓൺ റിയൽ ലൈഫിൽ അല്ലെങ്കിൽ റിയൽ ടൈമിൽ നമ്മളിത് കാണുമ്പം നമുക്ക് ഈ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അത്ര പഞ്ചിയറായിട്ട് അല്ലെങ്കിൽ അത്ര രസമുള്ള രീതിയിൽ തോന്നത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ബ്രൈറ്റാണ്. കാരണം ആപ്പിൾ ആൻഡ്രോയിഡിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കാണുന്ന പോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള പോലെ രീതിയിലല്ല ഈ ഒരു ഓൾവേസ് ഓണിനെ ഡിസൈൻ ചെയ്തേക്കുന്നത്. കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് വാൾപേപ്പർ ഡിം ആകുകയും അതോടൊപ്പം തന്നെ അതിൽ കൊണ്ടുത്തിരിക്കുന്ന ടെക്സ്റ്റുകൾ പോപ്പപ്പ് ആവുകയും വരും. അത് ഭയങ്കര ബ്രൈറ്റ്നസ്സിൽ തന്നെയാണ് പോപ്പപ്പ് ആകുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല അത് വർക്കാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു ഫീച്ചർ ഇഷ്ടപ്പെടണം എന്ന് വരത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സെറ്റിങ്സിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസിൻ്റെ ഓപ്ഷൻ ചെയ്ത് ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേനെ ഡിസേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്കത് ഡിസേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പിന്നീട് വർക്കാകത്തില്ല. അങ്ങനെ ഡയറക്റ്റ് താല്പര്യമുള്ളവർക്ക് ഡിസേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ് ഇതുപോലെ തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ കാര്യം പറയുമ്പോൾ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് iOS 16 അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം പല ഐഫോൺ 13 പ്രോ മാക്സ് യൂസേഴ്സ് ചോദിച്ച ഒരു കാര്യമാണ്, എന്തുകൊണ്ട് നമ്മളുടെ ഈ രണ്ട് ഡിവൈസുകളിലും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എനിക്ക് ഇൻസ്റ്റാൾ അല്ലെങ്കിൽ കാണുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ ലഭിച്ചില്ല എന്നുള്ള കാര്യം. ആക്ച്വലി അതൊരു സോഫ്റ്റ്വെയർ ഫീച്ചർ അല്ല. iOS 16 നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈ രണ്ട് ഡിവൈസുകളും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ലഭിക്കത്തില്ല. ഇതൊരു ഹാർഡ്വെയർ ഫീച്ചറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, ആപ്പിൾ ഐഫോൺ 14 പ്രോയിലും പ്രോ മാക്സിലും കൊടുത്തിരിക്കുന്ന LTPO ഐഫോൺ 13 പ്രോയിൽ വന്ന പോലത്തെ ഒരു LTPO പാനൽ തന്നെയാണ്. പക്ഷേ ഇതിൽ 1 ഹെർട്സ് മുതൽ 120 ഹെർട്സ് വരെ റിഫ്രഷ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റി ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ ഡൗൺ ടു 1 ഹെർട്സ് വരെ നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ റീഫ്രഷ് ആവും. പക്ഷേ ഐഫോൺ 13 പ്രോയിലും 13 പ്രോ മാക്സിലും ഡൗൺ ടു 10 ഹെർട്സ് മാത്രമേ ഉള്ളൂ നമ്മുടെ റീഫ്രഷ് റേറ്റ് കുറയത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു ഫീച്ചർ വർക്കാകത്തില്ല. അതേപോലെ തന്നെ A16 ബയോണിക് 14 പ്രോ മോഡലിൽ വന്ന പ്രൊസസ്സറാണ് A16. അതിനകത്ത് ഈ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി തന്നെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഡ്രൈവർ യൂണിറ്റ് ആപ്പിൾ ആ ഒരു ഡിവൈസിന് അല്ലെങ്കിൽ ഈ ഒരു A16 ബയോണിക്കിന് കൊടുത്തിട്ടുണ്ട്. അത് ആപ്പിൾ ആ ഒരു ഇവൻറ്റിൽ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്. ഡിസ്പ്ലേ ഡ്രൈവർ അതാണ് ഈ ഒരു ഡിസ്പ്ലേനെ അല്ലെങ്കിൽ ഈ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഫീച്ചറിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മറ്റ് ഡിവൈസുകൾക്ക് എസ്പെഷ്യലി ഐഫോൺ 13 പ്രോയിലും 13 പ്രോ മാക്സിലും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ലഭിക്കത്തില്ല.
ഇല്ല. പിന്നീട് ഈ രണ്ട് ഡിവൈസിലും വന്ന എക്സ്ക്ലൂസീവ് ഒരു സാധനമാണ് നമ്മളുടെ ക്യാമറയിലെ 48 മെഗാ പിക്സലിൻ്റെ സെൻസർ. അത് നമ്മളുടെ സ്റ്റാൻഡേർഡ് വൈഡ് ആംഗിൾ ക്യാമറ സെൻസറാണ് 48 മെഗാ പിക്സൽ. പക്ഷേ നമ്മൾ ഇതിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതിൽ നമ്മൾ റെഗുലറായിട്ട് എടുക്കുന്ന ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി 12 മെഗാ പിക്സൽ തന്നെയാണ്. നമ്മൾ പകലെടുത്താലും രാത്രി എടുത്താലും നമ്മൾ ഈ ഒരു 48 മെഗാ പിക്സലിൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ആ ഒരു 48 മെഗാ പിക്സലിൽ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് സെറ്റിങ്സ് മാറ്റേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ ക്യാമറയുടെ ഓപ്ഷനിൽ പോവുക. ക്യാമറയുടെ ഓപ്ഷനിൽ ഈ ഒരു ഓപ്ഷനിൽ വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു ഫോർമാറ്റ്സിൻ്റെ ഓപ്ഷനിൽ പോവുക. അതിൽ നമ്മൾ ഈ ആദ്യം കാണുന്ന ഈ ഒരു ആപ്പിൾ പ്രോറോ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ മസ്റ്റായിട്ടും എനേബിൾ ചെയ്തിരിക്കണം. അതിനുശേഷം ഈ ഒരു പ്രോ റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയതിന് ശേഷം നമ്മൾ 48 മെഗാ പിക്സൽ സെലക്ട് ചെയ്ത് കൊടുക്കണം. 12 മെഗാ പിക്സൽ അല്ല, 48 മെഗാ പിക്സൽ. എങ്കിലേ ഉള്ളൂ നമുക്ക് ആക്ച്വലി ഈ ഒരു ഫുൾ സെൻസർ റീഡ് ചെയ്ത് നമുക്ക് ആ ഒരു ഫോട്ടോ എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമുക്ക് കാണാം റോ എന്ന് പറയുന്ന ഓപ്ഷൻ. അത് നിങ്ങൾ എനേബിൾ ചെയ്യുക. റോ എനേബിൾ ആകുന്ന അപ്പോഴാണ്. അതിനുശേഷം നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസ്, ഇപ്പോൾ ഈ എടുത്ത ഫോട്ടോ നമുക്ക് ജസ്റ്റ് ആ സെറ്റിങ്സിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം. ജസ്റ്റ് മേളിലേക്ക് സ്വൈപ്പ് ചെയ്ത് അതിൻ്റെ എബൌട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ വ്യക്തമായിട്ട് കാണാം 36 MB ആണ് എടുത്തേക്കുന്നത്. അതോടൊപ്പം തന്നെ ഏകദേശം 40 MB ആണ് അതിൻ്റെ ഫയൽ സൈസ് വന്നിരിക്കുന്നത്. മെയിൻ ക്യാമറ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ക്യാമറ ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് പ്രീവിയസ്ലി ഉണ്ടായിരുന്നതിനേക്കാളും ഒരു ചേഞ്ച് അവിടെ കാണാൻ സാധിക്കും. അതായത് നമ്മളെ 13 പ്രോയിലും ബാക്കിയുള്ള സീരീസിലെല്ലാം തന്നെ സീരീസിലെല്ലാം തന്നെ നമുക്ക് 2 ഓപ്ഷൻസാണ് ഇവിടെ താഴെയുള്ളത്, അല്ലെങ്കിൽ ടോട്ടൽ 3 ഓപ്ഷൻസാണ് താഴെയുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് നമുക്കറിയാം. പുതിയ 48 മെഗാ പിക്സൽ വന്നപ്പം 2x എന്ന് പറയുന്ന ഒരു ക്രോപ്പ് അല്ലെങ്കിൽ സൂം ഓപ്ഷൻ കൂടെ ആപ്പിൾ കൊടുത്തു. അത് ആക്ച്വലി ആ ഒരു 12 മെഗാ പിക്സൽ സെൻട്രലുള്ള 12 മെഗാ പിക്സലാണ് നമുക്ക് ക്രോപ്പ് അല്ലെങ്കിൽ ആ ഒരു കട്ടിങ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് 1x 2x 3x എന്നുള്ള 4 ഓപ്ഷൻസ് ഇപ്പം ടോട്ടലി അവൈലബിൾ ആണ്. പിന്നീട് iOS 14 എൻ്റയർ ലൈനപ്പിൽ കിട്ടിയ മറ്റൊരു ഫംഗ്ഷനാലിറ്റിയാണ് നമ്മുടെ ആക്ഷൻ മോഡ്. നമ്മളിപ്പോൾ വീഡിയോയുടെ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏറ്റവും മുകളിലേക്ക് ഇതിൻ്റെ കൺട്രോൾസിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ പുതിയ ആ ഒരു മോഡ് കാണാൻ സാധിക്കും. ഇതാണ് ആക്ഷൻ മോഡ്. ഈ ഒരു ആക്ഷൻ മോഡ് എനേബിൾ ചെയ്ത് നമുക്ക് കുറച്ചും കൂടെ സ്മൂത്തറായിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേബിലൈസ്ഡ് ആയിട്ടുള്ള ഫുട്ടേജ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആക്ഷൻ മോഡ് എനേബിൾ ചെയ്യുന്ന സമയത്ത് മാക്സിമം അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ 4K എനേബിൾ ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ ഈ ഒരു ആക്ഷൻ മോഡ് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ കാണാം 2.8Kയിലേക്ക് 2.8 റെസൊല്യൂഷനിലേക്ക് നമ്മുടെ ആക്ഷൻ മോഡ് എനേബിൾ ചെയ്ത് കഴിയുമ്പം റെസൊല്യൂഷൻ മാറുന്നത് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു ആക്ഷൻ മോഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഡേ ടൈമിൽ അല്ലെങ്കിൽ ബ്രൈറ്റ് സൺലൈറ്റിൽ അല്ലെങ്കിൽ നല്ല വെട്ടമുള്ള സമയത്ത് നമ്മൾ ആക്ഷൻ മോഡ് യൂസ് ചെയ്യുന്ന സമയത്ത് യാതൊരു കുഴപ്പമില്ല, നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള സ്റ്റെബിലൈസ്ഡ് ഫുട്ടേജ് ലഭിക്കും. പക്ഷേ ലോ ലൈറ്റിൽ ഇതിൻ്റെ പെർഫോമൻസ് അത്ര നല്ല രീതിയിലല്ല. പക്ഷേ അവിടെയും നമുക്ക് സഹായിക്കാൻ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. സെറ്റിങ്സിൽ ക്യാമറയുടെ ഓപ്ഷനിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷനിൽ ഇവിടെ നമുക്ക് ഈ ഒരു എനേബിൾ സ്റ്റെബിലൈസേഷൻ്റെ താഴെ ആക്ഷൻ മോഡ് ലോവർ ലൈറ്റ് എന്ന് പറയുന്നൊരു ഫീച്ചർ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആ ഒരു ലോ ലൈറ്റിൽ ആക്ഷൻ മോഡിൻ്റെ പെർഫോമൻസ് കൂട്ടാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഫീച്ചറാണ് ഈ ഒരു ക്യാമറ സെറ്റിങ്സിലെ ഈ ഒരു ഓപ്ഷൻ. ഇത് നിങ്ങൾ എനേബിൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കുക. പിന്നീട് നമ്മൾ ഈ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട വളരെ ഇമ്പോർട്ടൻസ് അറിയിക്കുന്ന ഒരു കാര്യമാണ്, ആപ്പിളിന് തീർച്ചയായിട്ടും അപ്രീസിയേഷൻ അറിയിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഡൈനാമിക് ഐലൻഡ്. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു ഇന്നോവേഷൻ അല്ല എന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും ഇതൊരു ക്രിയേറ്റിവിറ്റിയാണ്, ഇന്നോവേഷൻ തന്നെയാണ്. കാരണം ഇപ്പം അധികം ആൻഡ്രോയിഡ് മാനുഫാക്ചേഴ്സും അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഡെവലപ്പേഴ്സും ഈ ഒരു സെയിം സംഭവം അനുകരിക്കുന്നുണ്ട് ആൻഡ്രോയിഡ് വേൾഡിൽ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് ഒരു ഇന്നോവേഷൻ തന്നെയാണ്. കാരണം പേഴ്സണലി നമുക്കത് യൂസ് ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു യൂസ്ഫുൾനെസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു യൂട്ടിലിറ്റി നമുക്ക് ഉപയോഗപ്പെടുന്നുണ്ട്. ഡൈനാമിക് ഐലൻഡിൽ നമ്മളിപ്പം ആപ്പിൾ മ്യൂസിക്കിലോ അല്ലെങ്കിൽ ഏത് ആപ്പിലും നമ്മളിപ്പം മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് നമ്മളുടെ ഈ ഒരു ഡൈനാമിക് ഐലൻഡിലേക്ക് പോകും. അതോടൊപ്പം തന്നെ നമ്മളിപ്പം ക്ലോക്ക് ആപ്പ് ഉപയോഗിച്ച് ഈ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും അതും നമുക്ക് ഈ ഒരു ഡൈനാമിക് ഐലൻഡിൽ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. ഇതിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പം ഇതിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു മ്യൂസിക് പ്ലെയർ നമുക്ക് അവൈലബിൾ ആകും. അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റേ ക്ലോക്ക് ആപ്പിൻ്റെ ഓപ്ഷനിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അതിൻ്റെ ആ ഒരു കൺട്രോൾസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ആപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഒരു ടാപ്പ് കൊണ്ട് ആപ്പിലേക്കും ഹോൾഡ് കൊണ്ട് നമുക്ക് അതിൻ്റെ കൺട്രോൾസും യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഡൈനാമിക് ഐലൻഡ്. ഈ 2 ആപ്പിൽ മാത്രമല്ല നമുക്ക് ഈ ഡൈനാമിക് ഐലൻഡിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ സാധിക്കുന്നത്. നമ്മളിപ്പം ഫേസ് ടൈം കോളിലോ അല്ലെങ്കിൽ നോർമൽ കോളിലോ ഈവൻ IMO കോളിലാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഡൈനാമിക് ഐലൻഡിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് ലഭിക്കുന്നതാണ് ഈ കാണുന്ന പോലെ. അതോടൊപ്പം ലൈവ് സ്പോർട്സ് ഇവൻ്റൊക്കെ നടക്കുമ്പം അതിൻ്റെ അപ്ഡേറ്റ്സ് നമുക്ക് ഈ ഒരു ഡൈനാമിക് ഐലൻഡിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ എയർപോർട്സ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് കാണുന്നതായിരിക്കും. ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്തും ഇതുപോലത്തെ നോട്ടിഫിക്കേഷൻസ് നമ്മുടെ ഡൈനാമിക് ഐലൻഡിൽ വരുന്നതാണ്. അതോടൊപ്പം തന്നെ ഇനി താമസിക്കാതെ നമ്മുടെ തേർഡ് പാർട്ടി ആപ്സും അവരുടെ ഡെവലപ്പേഴ്സും ഇതിന് ഈ ഒരു ഡൈനാമിക് ഐലൻഡിൻ്റെ അഡ്വാൻറ്റേജ് അതിൽ അവരുടെ ഫീച്ചേഴ്സ് ഫങ്ഷണാലിറ്റീസ് ഒക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. താമസിക്കാതെ അതിൻ്റെ അഡ്വാൻസും നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു ഡൈനാമിക് ഐലൻഡ്. അതോടൊപ്പം തന്നെ എൻ്റയർ iPhone 14 ലൈനപ്പിലും ആപ്പിൾ വാച്ച് ലൈനപ്പിലും ആപ്പിൾ പുതുതായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത അല്ലെങ്കിൽ കൊണ്ടുവന്നൊരു ഫീച്ചറാണ് ക്രാഷ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഫീച്ചറിന് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഇൻ കേസ്
ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. എന്തെങ്കിലും അപകടത്തിലോ ആക്സിഡൻറ്റിലോ പെടുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എമർജൻസി സർവീസിനെ റിലേ ചെയ്യും, അല്ലെങ്കിൽ അവരെ ഇൻഫോം ചെയ്ത് ആ ഒരു എമർജൻസി സർവീസിനെ നമ്മുടെ അടുത്തേക്ക് റീച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ഏറ്റവും എളുപ്പത്തിൽ. എന്നാൽ നമുക്ക് ഈ ഒരു ഫീച്ചറിനെ ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. ഫീച്ചറിനെ ഡിസേബിൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സെറ്റിങ്സിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എമർജൻസി SOS എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്കിവിടെ കാണാം കോൾ ആഫ്റ്റർ സീരിയസ് ക്രാഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അത് നമുക്ക് ഡിസേബിൾ ചെയ്യാം. അതായത് അത് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ക്രാഷിൽ വീഴുകയാണെന്നുണ്ടെങ്കിൽ എമർജൻസി സർവീസിനെ ഓട്ടോമാറ്റിക്കലി കോൺടാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ വിവരം അറിയിക്കത്തില്ല. ആ ഒരു സംഭവം നമുക്ക് ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരിക്കലും നമുക്ക് ഈ പറഞ്ഞ ക്രാഷ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞ ഫീച്ചറിനെ ഡിസേബിൾ ചെയ്യാൻ സാധിക്കില്ല. അത് വർക്ക് ചെയ്യുന്നത് 3 സെൻസേഴ്സിൻ്റെ സഹായത്തോടാണ്. ആക്സലറോമീറ്റർ, ബാരോമീറ്റർ പ്രഷർ, അതോടൊപ്പം തന്നെ മൈക്രോഫോൺ. ഈ 3 ഫീച്ചേഴ്സ് അല്ലെങ്കിൽ 3 സെൻസേഴ്സിൻ്റെ കമ്പൈൻഡ് ആയിട്ടുള്ള ഫലമാണ് നമ്മൾ ഈ കാണുന്ന ക്രാഷ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈവൻ തോ നമ്മൾ ലോ പവർ മോഡ് എനേബിൾ ചെയ്താൽ പോലും ഈ ഒരു ഫീച്ചർ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. അതായത് എപ്പോഴും നമ്മുടെ ആക്സലറോമീറ്ററും ബാരോമീറ്ററും മൈക്രോഫോണും എന്തെങ്കിലും ക്രാഷ് നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ്. ആ ഒരു ഫീച്ചറിനെ അല്ലെങ്കിൽ ഫങ്ഷണാലിറ്റീനെ ഒരിക്കലും നമുക്ക് ഡിസേബിൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ 14 Proയിലും 14 Pro Maxലും വന്നിരിക്കുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.